സർ, സാമുദായിക നേതാക്കളുടെ നിലപാടുകൾ നമ്മൾ പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു, അദ്ദേഹം പറയുന്ന ഒരു തുടർഭരണം ഉറപ്പാണ്, അദ്ദേഹത്തിന് മൂന്നാം പിണറായി ഭരണമാണ് താല്പര്യം എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ സുകുമാരൻ നായർ ആയിക്കൊള്ളട്ടെ, ഒരു ശക്തമായിട്ടുള്ള ഒരു പിണറായി ഗവൺമെന്റിനെതിരെയുള്ള ഒരു വിരുദ്ധമായിട്ടൊന്നും തന്നെ പറയുന്നില്ല. പക്ഷെ നമ്മൾ പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവരിപ്പോൾ എന്താണോ പറയുന്നത് അതിന് വിരുദ്ധമായിട്ടേ കേരള രാഷ്ട്രീയത്തിലെല്ലാം ഇപ്പോഴും റിസൾട്ടുകൾ വന്നിട്ടുള്ളൂ. അല്ലേ? ശരിയായിട്ടും അങ്ങനെ പരിശോധിച്ചിട്ടുണ്ട് 2021 2021. അതായത് അതൊന്ന് സുകുമാരൻ നായർ യഥാർത്ഥത്തിൽ ഈ വിശ്വാസം സംരക്ഷിക്കുന്നവർക്ക് വേണ്ടി വോട്ട് ചെയ്യാനാണ് പറഞ്ഞത്. പക്ഷെ ജനത്തിന്റെ വിശ്വാസം സംരക്ഷിച്ചവർക്ക് വേണ്ടി വോട്ട് ചെയ്തു. അതുകൊണ്ട് വലിയ വിജയമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടായത്. അതോടൊപ്പം തന്നെ വട്ടിയൂർക്കാവിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോഴത്തേക്ക് കോൺഗ്രസിന് വേണ്ടിയിട്ട് പരസ്യമായിട്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത എന്താണെന്നറിയാം? ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത നിങ്ങൾ അറിയേണ്ടത്, അങ്ങനെ ഒരു സാധാരണ കൺക്ലൂഷനിലേക്ക് ചരിത്രങ്ങളുടെ പിൻബലത്തിൽ മാത്രം നമുക്ക് എത്തിച്ചേരാൻ കഴിയില്ല. അല്ല, പക്ഷെ എന്നിരുന്നാലും ഇവരുടെ പ്രസ്താവനയ്ക്ക് വിരുദ്ധമായിട്ടുള്ള റിസൾട്ടുകളെല്ലാം വന്നിട്ടുള്ളത്. അല്ല, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ അങ്ങനെ ഇത്രയും വരുമെന്ന് അല്ല, നിങ്ങൾ അറിയേണ്ടത്, എന്നിട്ടും എന്തുകൊണ്ടാണ് ഇവരുടെയൊക്കെ പിന്തുണ തേടിയ ആളുകൾ പരക്കം പായുന്നത് എന്നുള്ളത് ആലോചിച്ചിട്ടുണ്ട്. അതൊരു മേജർ കാര്യമാണല്ലോ. ഇപ്പൊ നിങ്ങൾ അറിയേണ്ടത്, ഇപ്പൊ താങ്കളുടെ ഒരു പ്രസ്താവന എനിക്കെതിരെ നടത്തി കിട്ടിയാൽ എനിക്ക് ഗുണമാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നതെങ്കിൽ ഞാൻ താങ്കളെ എതിർത്ത് അങ്ങോട്ട് സ്ട്രോങ് ആയിട്ട് പറഞ്ഞാൽ പോരെ. ഒരു കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവ്, ഞാൻ പറഞ്ഞ സത്യം പറഞ്ഞാൽ കുറച്ചെങ്കിലും പറഞ്ഞിട്ടുള്ളത് പിണറായി വിജയൻ മാത്രമാണ്. പിണറായി വിജയൻ ഒഴികെ വേറെ ഏതെങ്കിലും ഒരു നേതാവ്, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ നേതാവ്, ഒരാൾ പോലും ഇപ്പൊ വെള്ളാപ്പള്ളി നടേശൻ വളരെ മോശപ്പെട്ട പ്രതികരണങ്ങൾ വി ഡി സതീശനെതിരെ നടത്തിയിട്ടുണ്ട്. വി ഡി സതീശൻ വളരെ മര്യാദയോടുകൂടിയ പ്രതികരണമാണ് നടത്തിയത്. അല്ല, നേരത്തെയുള്ള നേതാക്കന്മാരല്ല. വി എം സുധീരനൊക്കെ നേരത്തെ ഉള്ള കാലത്താണല്ലോ, അത് വിട്ടേക്ക്. ഞാൻ പറഞ്ഞ വി എം സുധീരനൊക്കെ കൃത്യമായിട്ട് അറിയാം ആ സമയത്ത് ഇദ്ദേഹത്തിന്റെ പിന്തുണ ഇല്ലെങ്കിൽ അവിടെ ജയിക്കാന്നറിയാം. അത് മാത്രമല്ല, വി എം സുധീരനൊക്കെ നിലപാടുകൾ ഉറക്കെ പറഞ്ഞിട്ടുള്ള ഒരാളാണ്. ആ ഒരു സിറ്റുവേഷൻ അല്ല ഇപ്പൊ കേരളത്തിലുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം, വളരെ സൂക്ഷ്മമായി നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം, സാമുദായിക നേതാക്കന്മാരോട് വിശ്വാസത പുലർത്തുന്ന ആളുകളുടെ സമുദായ സംഘടനകളുടെയൊക്കെ പ്രസക്തി കേരളത്തിൽ ഇപ്പൊ അനുദിനം കൂടിക്കൊണ്ടുവരികയാണ്. അവരുടെ വാർഡുകൾ തന്നെ നമ്മൾ പരിശോധിച്ച് നോക്കി കഴിഞ്ഞാൽ മതി. അപ്പൊ അദ്ദേഹത്തിന്റെയൊക്കെ വാർഡിൽ അദ്ദേഹം പിന്തുണ കൊടുത്തിരുന്നത് CPM സ്ഥാനാർത്ഥിക്കാണ്, വിജയിച്ചത് അവിടെ BJP സ്ഥാനാർത്ഥിയാണ്. വാർഡിൽ പോലും ഒരു പിന്തുണ ഇല്ലാത്ത വ്യക്തികളാണ് ഇവരൊക്കെ എന്നുള്ള കാര്യം രഹസ്യമായിട്ടുള്ള പരസ്യമല്ലേ. ഇതൊക്കെ നമ്മൾ വേണമെങ്കിൽ ജനറലി പറയാവുന്ന ഒരു കാര്യമാണ്. വാർഡിൽ പോലും പിന്തുണയില്ല, ഇത് അവിടെ നിന്ന് തോക്കുമെന്നൊക്കെ. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ മുഹമ്മദ് റിയാസിനെ കുറിച്ചൊക്കെ ആളുകൾ ഒരു കൗൺസിൽ ഇലക്ഷനിൽ നിന്ന് തോറ്റ ആളാണ് എന്നൊക്കെ പറഞ്ഞ് അപഹസിക്കുന്നുണ്ട്. ഇതിലൊന്നും ഒരു കാര്യമില്ല. ഇവിടെ VS അച്യുതാനന്ദൻ തോറ്റിട്ടില്ലേ? തോറ്റത് അദ്ദേഹത്തിന് യാതൊരുവിധ ജയിക്കാൻ സാധ്യതയില്ലാത്ത ഒരാളായതുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയോ പ്രതിപക്ഷ ആകുമ്പോൾ ഇമേജ് മാറിയിട്ടില്ല. തോറ്റിട്ടുണ്ട്, അതുപോലെ തന്നെ അദ്ദേഹം വിജയിച്ചിട്ടുണ്ട്. അല്ല, തോറ്റേക്കാളേറെ പ്രാവശ്യം വിജയിച്ചിട്ടുണ്ട്. ഇവർ നടത്തുന്ന പ്രഖ്യാപനങ്ങളൊക്കെ എല്ലാം തന്നെ വിരുദ്ധമായിട്ട് ഇതൊക്കെ തെറ്റായ റീഡിങ്ങുകളാണ്. ഇപ്പൊ MI ഷാനവാസ് ഇവിടെ നിന്ന് നിരവധി മത്സരങ്ങളിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. അവസാനം ഏറ്റവും ഒടുവിൽ അദ്ദേഹം വയനാട് നിന്നാണ് 20,000 വോട്ടിനാണ് ജയിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം, ഈ പഴയ ഒരു കാലഘട്ടമല്ല. അതായത് BJPയുടെയും സംഘപരിവാറിന്റെയും ഒക്കെ രാഷ്ട്രീയം കേരളത്തിൽ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ഏറ്റവും ഈ പറയുന്ന പോലെ മോശപ്പെട്ട കാര്യങ്ങളിലൊന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമുദായത്തിനും സമുദായ സംഘടനകളുടെ നേതാക്കന്മാർക്കും ഒക്കെ തന്നെ വലിയ തോതിലുള്ള ഒരു പ്രാധാന്യം കൈവന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ നമുക്കറിയാം ഈ സാമുദായിക നേതാക്കന്മാരുടെ എല്ലാം തന്നെ തിണ്ണനിറങ്ങുന്ന ഒരു ഏർപ്പാട് കോൺഗ്രസിന്റെ നേതാക്കന്മാർ സ്വീകരിച്ചു പോന്നിരുന്നു. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ അതുപോലെ ചെയ്തിരുന്നില്ല. പക്ഷെ ഇന്ന് കുറെ കൂടി മാറ്റമുണ്ട്. അങ്ങനെ ഒരു നിലപാട് തന്നെയായിരുന്നു കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർ, ഭൂരിപക്ഷം വരുന്ന നേതാക്കന്മാരും ചെയ്തു പോന്നിരുന്നത്. ചുരുക്കം ചില നേതാക്കന്മാർ ഒഴിച്ച്, ഇപ്പോൾ യുവനിര എന്ന് പറയുന്ന VT ബൽറാം അങ്ങനെയൊക്കെയുള്ള ഒരു ചുരുക്കം നിര നേതാക്കന്മാർ ഒഴിച്ച്, അവർ അന്നും ഇന്നും എന്നും ഈ പറയുന്ന സാമുദായിക നേതാക്കന്മാർ പറയുന്നത് കേട്ടുകൊണ്ട് മാത്രമാണ് കോൺഗ്രസിലെ ഒരു വലിയൊരു ഭൂരിപക്ഷം നേതാക്കന്മാർ മുന്നോട്ട് പോയിരുന്നത്. ഇതൊക്കെ വളരെ പെരിഫറലായിട്ടുള്ള റീഡിംഗ് ആണ്. താങ്കൾ അറിയേണ്ടത് അങ്ങനെ ആയിരുന്നില്ല കോൺഗ്രസ് നേരത്തെ. PK ആന്റണിയോ അല്ലെങ്കിൽ VM ഉമ്മൻചാണ്ടിയുടെ അല്ല, താങ്കൾ പറഞ്ഞല്ലോ, താങ്കളുടെ പോയിന്റ് എനിക്ക് മനസ്സിലായി. അല്ല, ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയെ പോലും നിയന്ത്രിച്ചിരുന്നത് ആരാണ്? ഞാൻ പറഞ്ഞു വന്നത് അതല്ല, നേരത്തെ അങ്ങനെ ആയിരുന്നില്ല എന്നാണ് പറഞ്ഞു വന്നത്. ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയുടെ കാലത്തല്ല. AK ആന്റണിയും VM സുധീരനും കൂടി ഒരുമിച്ച് മത്സരിക്കുന്ന, ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്ന കാര്യം ഇപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്. അതിന്റെ മനോരമ റിപ്പോർട്ട് എൻ്റെ മുമ്പിലുണ്ട്. ആ സമയത്ത് AK ആന്റണിയുടെ കാലത്ത് ഏതെങ്കിലും മതസംഘടനകളുടെയോ അല്ലെങ്കിൽ അവരുടെയോ തിണ്ണനിറങ്ങാൻ പോയിരുന്നു എന്ന് ചോദിച്ചാൽ ഇല്ല. മതവിശ്വാസിയല്ലായിരുന്നല്ലോ. AK ആന്റണി മതവിശ്വാസിയാണോ അല്ലേ എന്നുള്ളതല്ലോ കാര്യം. മതവിശ്വാസികൾ മാത്രമല്ല ഇവരുടെ അടുത്ത് പോകുന്നത്, വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അല്ലാതെ ഇവരുടെ അടുത്ത് പോയി കുറച്ച് മതവിശ്വാസം പഠിക്കാമെന്ന് ആരും വിചാരിക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം പൊതുവെ മതകാര്യങ്ങളിൽ നിന്നൊക്കെ അകന്നു നിന്നിരുന്ന ഒരു വ്യക്തിയാണ്. നമ്മുടെ പോയിന്റ് AK ആന്റണി മതവിശ്വാസിയാണ് അല്ലേ എന്നുള്ള ചർച്ചയല്ല. നമ്മുടെ ചർച്ച ഇത്രേ ഉള്ളൂ.
നേരത്തെ സമയങ്ങളിൽ, അതായത് ഒരു കാലഘട്ടത്തിൽ SNDPയുടെ നേതാവും അതുപോലെ NSSന്റെ നേതാക്കന്മാരും ഒക്കെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയും ആ രാഷ്ട്രീയത്തിൽ അവർക്ക് വലിയ പ്രാമുഖ്യം ഉണ്ടാവുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തിന് ശേഷമാണ് യഥാർത്ഥത്തിൽ NDP എന്ന് പറഞ്ഞ മുന്നണിയും SNDP എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടിയും ഒക്കെ രൂപീകരിക്കുന്ന SRP ഒക്കെ രൂപീകരിക്കുന്ന ആ കാലഘട്ടത്തിലാണ്. ആ കാലഘട്ടത്തിന് ശേഷം കോൺഗ്രസിൽ തന്നെ വലിയ യുവരക്തമുള്ള ആളുകൾ മുകളിലേക്ക് വരികയും AK ആന്റണിയും VM സുധീരനും അങ്ങനെയുള്ള കുറെ ആദർശധീരരായിട്ടുള്ള ചെറിയാൻ കെപ്പിൽപ്പിനെ പോലെയുള്ള ആളുകളൊക്കെ തന്നെ രംഗത്തേക്ക് വരികയും ചെയ്ത സമയത്ത് യഥാർത്ഥത്തിൽ ഇവരുടെ അടുത്ത് എന്ന് ഉപദേശം മേടിക്കുന്ന പണി കുറച്ച് കുറഞ്ഞായിരുന്നു. ആ കുറഞ്ഞ കാലഘട്ടത്തിന് ശേഷം വീണ്ടും നമ്മൾ കാണുന്നത് താങ്കൾ പറഞ്ഞ പോലെ ഉമ്മൻചാണ്ടിയുടെയൊക്കെ കാലത്തേക്ക് വരുമ്പോൾ ഈ താക്കോൽ സ്ഥാനം വേണം, രമേശ് ചെന്നിത്തലക്ക് വേണമെന്ന് പറഞ്ഞ ഒരു സമുദായ നേതാവ് നിർബന്ധം പിടിക്കുകയും ആഭ്യന്തര മന്ത്രിസ്ഥാനം തന്നെ ഒരു കോൺഗ്രസിന്റെ മന്ത്രിസഭക്ക് എന്ത് ചെയ്യുന്നു പെരുന്നയിൽ കൊണ്ടുപോയിട്ട് ഏൽപ്പിക്കുകയും ചെയ്യേണ്ടി വരുന്ന ഒരു കാര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അത്തരം കാര്യങ്ങളിലേക്ക് മാറിയിരുന്നു. അതിനുശേഷം നമുക്കറിയാം, അതിനുശേഷം വന്നിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊന്നും തന്നെ കോൺഗ്രസ് നിലം തൊട്ടിട്ടില്ല. ഇത് അത് യാഥാർത്ഥ്യമല്ലേ? അല്ല, ഇതിന്റെ അതാണ് ഞാൻ പറഞ്ഞു വന്നത്. നമ്മൾ പറഞ്ഞു വന്ന വിഷയം എന്ന് പറയുന്നത് ഈ പറയുന്ന സാമുദായിക നേതാക്കന്മാരുടെ വാക്കുകൾ ആരും കേൾക്കുന്നില്ല എന്ന് താങ്കൾ പറഞ്ഞത് തെറ്റാണെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ആ തെറ്റാണെന്ന് പറഞ്ഞു വരാൻ കാരണം ഈ കാലഘട്ടം 2001 മാത്രമാണ് വളരെ ഡിസിസീവ് ആയിട്ടുള്ള ഒരു വിക്ടറി യഥാർത്ഥത്തിൽ കോൺഗ്രസിന് ഉണ്ടായിട്ടുള്ളത്, UDFന് ഉണ്ടായിട്ടുള്ളത്. ആ UDFന് അന്നുണ്ടായിട്ടുള്ള 49% 100 സീറ്റുകളിലേക്കുള്ള വിജയത്തിന് ശേഷം യഥാർത്ഥത്തിൽ ഈ പറയുന്ന പോലെ 39% UDFന്റെ വോട്ട് ശതമാനം ഡ്രാസ്റ്റിക്കലി കഴിഞ്ഞ 25 കൊല്ലങ്ങൾ കൊണ്ട് താഴ്ന്നു. ആ താഴ്ന്നതിന്റെ പിന്നിൽ നിങ്ങൾ അറിയേണ്ടത് മറ്റു പല കാര്യങ്ങളുണ്ട്. BJPയിലേക്ക് പോയ വോട്ടുകളുണ്ട്, നിരവധി കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ആളുകളെ ഉപയോഗിച്ചുകൊണ്ട്, അതായത് NSSനെയും SNDPയുടെയും NSSന്റെ ശാഖകളിലുള്ള ലോക്കൽ നേതാക്കന്മാരെയും ഒക്കെ സ്വാധീനിക്കാനായിട്ട് BJPക്ക് കഴിഞ്ഞിരുന്നു. ഇന്നും NSSന്റെ 5000-ലധികം വരുന്ന ശാഖകളിൽ 20% BJPയുടെ നേതൃത്വത്തിലാണ്. മനസ്സിലായോ? ഇതുപോലെ SNDPയുടെ കാര്യങ്ങളുണ്ട്. ഇതിൽ ഞാൻ പറഞ്ഞു ഒറ്റ പോയിന്റേ ഉള്ളൂ. പണ്ട് കാലഘട്ടങ്ങളിൽ, അതായത് രാഷ്ട്രീയ ഐഡിയോളജികൾക്കാണ് പ്രാധാന്യം ഉണ്ടായിരുന്നത്. AK ആന്റണിയും VM സുധീരനും ഒക്കെ നയിച്ചപ്പോൾ ആ സമയത്താണ് പ്രാധാന്യം ഉണ്ടായിരുന്നത്. CPMന്റെ കാലഘട്ടത്തിൽ അന്നും ഇന്നും എന്നും ഒക്കെ തന്നെ പ്രാധാന്യം ഉണ്ടായിരുന്നത് അവരുടെ രാഷ്ട്രീയ ഐഡിയോളജികൾക്കാണ്. പക്ഷെ ഇപ്പൊ CPM അടക്കമുള്ള പാർട്ടികൾക്ക് പോലും യഥാർത്ഥത്തിൽ ഇവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നതിന്റെ കാരണം അന്ന് ആളുകൾ ഇവരെ കേട്ടതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇപ്പൊ ഇവരെ കേൾക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം ആ സമുദായം ഒന്നടങ്കം ഇവര് പറയുന്നതായിട്ട് ഒട്ടിയോന്നൊന്നും വിചാരിക്കരുത്. കേരളത്തിൽ 23% വരുന്ന ഈഴവ കമ്മ്യൂണിറ്റിയിൽ 1% എന്ന് പറയുന്ന 1.5% എന്ന് പറയുന്ന ആളുകൾ പോലും വെള്ളാപ്പള്ളി പറയുന്ന കാര്യങ്ങളാൽ സ്വാധീനിക്കപ്പെട്ടാൽ ഈ തെരഞ്ഞെടുപ്പിനെ അതൊരു വലിയ നിർണായകമായിട്ടുള്ള സ്വാധീനമായിരിക്കും എന്നറിയാവുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത്. കാരണം ഈ കഴിഞ്ഞ തവണ കേരളത്തിൽ വന്നിട്ടുള്ള എല്ലാ സർവേകളും പ്രതിപാദിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഏതാണ്ട് 1%, 1.5% താഴെയുള്ള വോട്ട് ബാങ്കുകളുടെ വ്യത്യാസം മാത്രമേ UDFും LDFും തമ്മിലുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിലുള്ള വ്യത്യാസം അതേസമയം കഴിഞ്ഞ തവണ ഉണ്ടായതുപോലെ 5.7%, 5.96% ഒന്നുമില്ല. അപ്പൊ അത്തരം കാര്യങ്ങൾ കൊണ്ട് തന്നെ ഇത് വളരെ നിർണായകമാകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ഇനി ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഇനി ഭാവിയിലേക്ക് പോകുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ എഴുതി വെച്ചോളൂ. 5 കൊല്ലം കഴിഞ്ഞ് നമ്മൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അന്നേരം ചർച്ച ചെയ്യാം. പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാം. ഇവരുടെ പ്രാധാന്യം കൂടി വരുന്ന ഒരു കാലഘട്ടമാണ് ഇനി വരാനിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ നേതാക്കന്മാരും തന്നെ ഇവരെ ചെന്ന് കാണുകയും ഇവരുടെ ഒപ്പം തിണ്ണനിറങ്ങുകയും ചെയ്യുന്ന ഒരു കാലം വരും എന്നുള്ളത് 100% യാഥാർത്ഥ്യമാണ്. അതിൻ്റെ ഒരു കാര്യം കൂടി പറഞ്ഞു. ഇപ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുത്തപ്പോൾ സരീൻ അവിടെ പോയി കണ്ടു. യഥാർത്ഥത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ പറയുന്ന പോലെ കാണാൻ വേണ്ടി സമയം ചോദിച്ചു നമ്മുടെ മാങ്കൂട്ടം. പക്ഷേ മാങ്കൂട്ടത്തിന് സമയം കൊടുത്തില്ല വെള്ളാപ്പള്ളി. കാരണം വെള്ളാപ്പള്ളിക്ക് അറിയാൻ പ്രശ്നമൊന്നുമില്ല, അതുകൊണ്ട് സമയം കൊടുത്തില്ല. ഞാൻ പറഞ്ഞത് അത്തരത്തിൽ എല്ലാവരും ചെന്ന് കാണും. ഞാനിപ്പോൾ പേര് പറയുന്നില്ല. കൊല്ലത്ത് നിന്ന് ജയിച്ചിട്ടുള്ള കോൺഗ്രസിന്റെ ഒരു പ്രമുഖനായ സ്ഥാനാർത്ഥി യഥാർത്ഥത്തിൽ ഞാൻ കാണുമ്പോൾ വെള്ളാപ്പള്ളി നടേശന്റെ പടവും കൊണ്ട് കാണാൻ വേണ്ടി അദ്ദേഹത്തെ കാത്തിരിക്കുകയാണ്. എനിക്ക് തന്നിട്ടുള്ള എന്നോട് സംസാരിച്ച ഒരു അരമണിക്കൂർ കൂടി കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ പോയി കണ്ടതെന്ന് മാത്രം. ഞാൻ പറഞ്ഞത് അത്തരത്തിലുള്ള പ്രാധാന്യം കൂടുന്ന ലെവലിലേക്ക് മതവും മതവിശ്വാസങ്ങളും യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ സാമുദായിക സംഘടനകളുടെയും ഒക്കെ പ്രാധാന്യം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയ ഉദാഹരണം കൂടി പറയാം. ശബരിമല തന്ത്രി തന്നെ നേരത്തെ നമ്മുടെ നാട്ടിലൊരു വലിയ വിഷയമായിരുന്നില്ല. പക്ഷേ ശബരിമല തന്ത്രിയും രാജകുടുംബാംഗങ്ങളും അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങളുമൊക്കെ പതുക്കെ നമ്മുടെ നാട്ടിൽ കൂടുതൽ